ഹലോ ഫ്രണ്ട്സ്, ലോങ് ടൈമിന് ശേഷം ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ബീച്ച് കാണാൻ പോവുകയാണ്. ഈ ബീച്ച് കാണുന്നതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ മോളുടെ ഫസ്റ്റ് ബീച്ച് വിസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ബീച്ചൊക്കെ കണ്ടു. പിന്നെ വാതി ഇങ്ങനെ ഒഴുകിയ വെള്ളവും ബീച്ചിലെ വെള്ളവും കൂടെ മിക്സായി കിടക്കുന്ന കേട്ടോ ഇത്. അങ്ങനെ പോകുന്നു. എൻ്റെ നാളെ ഇറങ്ങുന്നില്ല, നമ്മളൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് പോകുന്നേ ഇല്ല, എൻ്റെ അടുത്തിലേ ഇരിക്കുന്നുള്ളൂ. ആളങ്ങനെ ബീച്ചൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ സൺസെറ്റൊക്കെ കണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ആർക്കൊന്നും അറിയത്തില്ലല്ലോ ബീച്ച് എന്താ, വെള്ളം ഉണ്ടാവും, ഒന്നും അറിയത്തില്ല. ആളെന്തായാലും ബീച്ചിൽ വെള്ളത്തിൽ കാലൊന്നും നനച്ചില്ല, അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഇരുന്നു. പിന്നെ അത്ര നല്ല വെള്ളമില്ലല്ലോ ഇപ്പോൾ, നമ്മുടെ ഓയിലും അതൊക്കെ ഇത് സ്പ്രെഡായി കിടക്കുന്ന വെള്ളമല്ലേ ബീച്ചിൽ. പിന്നെ ഒരുപാട് കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ കണ്ടു, അതൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ ഫിഷറിങ് ബോട്ട് കണ്ടു, ഒരുപാട് ഫിഷറിങ് ബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇവിടുത്തെ ബീച്ചുകളിൽ ഫിഷറിങ് ബോട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ഫിഷറിങ് മെയിനായിട്ട് നടക്കുന്ന ബീച്ച് സൈഡാണെന്ന് തോന്നുന്നു. ഒരുപാട് ഫിഷറിങ് ബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടെ അങ്ങനെ ബീച്ചൊക്കെ കണ്ട് തിരിച്ച് നടന്നു. ഇവിടെ കൂടുതലും മലകളാണ് കേട്ടോ, എവിടെ നോക്കിയാലും മലകളാണ്. നമ്മളവിടെ മരങ്ങൾ വയ്ക്കും പോലെ ഇവിടെ മലകളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ പോയപ്പോൾ ഒരു ഫ്ലൈറ്റ് വരുന്ന കണ്ടു. മോളെ വിളിച്ച് കാണിക്കുക, പക്ഷേ മോള് നോക്കത്തില്ല. എപ്പം മോളെ വിളിച്ച് ഫ്ലൈറ്റ് പോകുന്ന കാണിച്ചാലും മോള് നോക്കത്തില്ല. കാരണം അവൾക്കറിയത്തില്ലല്ലോ എന്താണ് കാണിക്കുന്നതെന്ന്. പക്ഷേ ഈ ഫ്ലൈറ്റ് പോകുന്നത് എങ്ങനെയും മോള് കണ്ടു. എന്നിട്ട് ആൾ പറയാം കാക്കയാണെന്ന്, കാർട്ടൂണിൽ കാണുന്ന. സത്യം പറഞ്ഞാൽ ഇവിടെ കാക്കയെന്ന് പറയുന്ന സാധനമില്ല, പ്രാവേ ഉള്ളൂ. ആ കഥയെ പറയാൻ അറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ആൾ നോക്കി അങ്ങനെ നടക്കുകയാണ്. ആൾ വീട്ടിലെത്തി ചൂടൊക്കെ മാറാൻ വേണ്ടി AC ഇട്ട് കൊടുത്തു. അങ്ങനെ AC ഒക്കെ കണ്ട് ആൾ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുക. ആളുടെ ഫേവറേറ്റ് കാർട്ടൂണാണ് കേട്ടോ ഇത്. അങ്ങനെ കണ്ട് കോമഡിയൊക്കെ പറഞ്ഞിരിക്കുക. കമ്പനി കൊടുക്കണം, അല്ലെങ്കിൽ ആൾ വൈലൻ്റ് ആവും കേട്ടോ. അങ്ങനെ മോള് കളിച്ച് ടോയൊക്കെ എടുത്ത് കളിച്ച് അവളെ ഫേവറേറ്റ് കാർട്ടൂണായ മഞ്ചാടിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അത് കമ്പനി കൊടുത്തില്ലെങ്കിൽ ആൾ വൈലൻ്റ് ആവും കേട്ടോ. അങ്ങനെ കമ്പനിയൊക്കെ കൊടുത്ത് വൈകിട്ടത്തെ സ്നാക്സ് ടൈമൊക്കെ കഴിഞ്ഞിരിക്കുക. ഞങ്ങൾ വൈകുന്നേരം അടുത്തുള്ള ഒരു പാർക്കിൽ പോയി, തൊട്ടടുത്താണ്. അപ്പോൾ ചില സമയമൊക്കെ വാവയെ കൊണ്ടുപോകാറുണ്ട്. വാവ അങ്ങനെ നടന്ന് കളിക്കും, കുറേ നടക്കും. അങ്ങനെ ടയേർഡാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഉറക്കാൻ രാത്രി എളുപ്പമാണ്. അങ്ങനെ ആൾ ചെന്ന് നോക്കി. ഇന്നാൾ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഒരു കുഞ്ഞു കേറ്റിനെ കണ്ടായിരുന്നു. അപ്പോൾ കേറ്റ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള വിചാരത്തിൽ ആൾ പറയാം, അവൻ്റെ അകത്ത് കേറ്റുണ്ടെന്ന് പറയുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പാർക്കിൽ പോകുമ്പോൾ അവിടെ ചെന്ന് നോക്കും കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു. പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. കണ്ടോ അമ്പിളിമാവൻ നല്ല തിളങ്ങി നിൽക്കുന്നത്, ചന്ദ്രൻ. അങ്ങനെ നടക്കുക ആളിങ്ങനെ. ആൾ പിന്നെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ, കേറ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അവിടെ കേറ്റുണ്ട്